തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി എടപ്പാടി പളനിസ്വാമി ഗവർണറെ കണ്ടു. 124 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് അറിയിച്ചു. പനീർശെൽവം അല്പസമയത്തിനകം ഗവർണറെ കാണും. മനു ശങ്കർ നൽകും വിശദാംശങ്ങൾ. മനു, എടപ്പാടി പളനിസ്വാമി ഗവർണറെ കണ്ടിരിക്കുന്നു. 124 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. പനീർശെൽവം ഇപ്പോൾ ഗവർണറെ കാണുകയും ചെയ്യുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് തമിഴകത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ? ഒരു അവസാനവട്ട ചർച്ചയെന്നാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. രണ്ട് പക്ഷങ്ങളുമായി ഗവർണർ സി വിദ്യാസാഗർ റാവു രാജ്ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഈ നിയമസഭാ കക്ഷി നേതാവായി ശശികല വിഭാഗം തെരഞ്ഞെടുത്ത എടപ്പാടി കെ പളനിസ്വാമിയാണ് വൈകിട്ട് 7:30 ഗവർണർ സി വിദ്യാസാഗർ റാവുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ നേരത്തെ നൽകിയതുപോലെ 123 MLA-മാരുടെ പിന്തുണ ആവർത്തിക്കുകയാണ് എടപ്പാടി കെ പളനിസ്വാമി ചെയ്തത്. എത്രയും വേഗം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം നൽകണം, ജനാധിപത്യ മര്യാദകൾ മുൻനിർത്തി ഈ ഒരു അവസരത്തിന് ഉള്ള സാധ്യതകൾ ഗവർണർ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് എടപ്പാടി കെ പളനിസ്വാമി സി വിദ്യാസാഗർ റാവുവിനോട് ആവശ്യപ്പെട്ടത്. ഇതിന് 1 മണിക്കൂർ ശേഷം 8:40 കൂടിയാണ് പനീർസെൽവത്തെ ഗവർണർ വിളിച്ചു വരുത്തിയത്. ഇതിനുശേഷം ഇപ്പോഴും കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയിൽ പനീർസെൽവവും സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം സ്വാഭാവികമായും ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ കൂടിക്കാഴ്ചയിലൊക്കെ തന്റെ ഒപ്പവും കാവൽ മുഖ്യമന്ത്രിയായ തനിക്കൊപ്പവും കൂടുതൽ MLA-മാരുണ്ട്. തനിക്കും സർക്കാർ രൂപീകരണത്തിന് ക്ഷണം നടത്തിക്കൊണ്ട് ഗവർണർ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് പനീർസെൽവം ആവശ്യപ്പെട്ടത്. അതിനാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണർ ഇനി അന്തിമ തീരുമാനം എന്ത് കൈക്കൊള്ളുമെന്നതാണ് അറിയേണ്ടത്. പളനിസ്വാമിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗവർണർ മറുപടി നൽകിയത് കാത്തിരിക്കൂ, അല്പസമയങ്ങൾക്കകം തന്നെ ഞാൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കാം എന്ന മറുപടിയാണ് പളനിസ്വാമിക്ക് നൽകിയതെന്നാണ് പളനിസ്വാമിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ. മാധ്യമങ്ങൾ മുമ്പാകെ പളനിസ്വാമി ഇതിനുശേഷം പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏകദേശം 40 മിനിറ്റോളമാണ് പളനിസ്വാമിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിച്ചത്. ഇതിന് ഏകദേശം 20 മിനിറ്റിന് ശേഷമാണ് പനീർസെൽവവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയും ഏകദേശം ഇപ്പോൾ 20 മിനിറ്റ് പിന്നിടുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഗവർണർ എന്ത് തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് അറിയേണ്ടത്. 4 സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഒന്ന്, ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ച എടപ്പാടി കെ പളനിസ്വാമിയെ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർക്ക് ക്ഷണിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയായി പനീർസെൽവത്തിന് മുഖ്യമന്ത്രിയുടെ എല്ലാ പദവികളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പനീർസെൽവത്തെ വിളിക്കാം. ഇരു കൂട്ടർക്കും ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യമെന്ന് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ 234 അംഗങ്ങളോടും സഭയിലെ 234 അംഗങ്ങളോടും അഭിപ്രായ വോട്ടെടുപ്പ് നടത്താൻ ഗവർണർക്ക് നിർദ്ദേശിക്കാം. ഇതിനുശേഷവും ആർക്കും ഭൂരിപക്ഷം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു ഇടക്കാല രാഷ്ട്രപതി ഭരണത്തിനുള്ള നീക്കം ഗവർണർക്ക് നടത്താനാകും. ഇതിനുശേഷം സഭ പിരിച്ചുവിടാനും പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്താനും ഗവർണർക്ക് ഒരു നിർദ്ദേശം നൽകാം. ഈ ഒരു സാധ്യതയും നിർദ്ദേശവുമാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇത്തരമൊരു നിർദ്ദേശം ഗവർണർക്ക് നിയമോപദേശമായി അറ്റോർണി ജനറൽ നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനാൽ തന്നെ ഗവർണർ അല്പസമയങ്ങൾക്കകം എന്ത് തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. മനു. ശരി, മനു ശങ്കറിനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തമിഴകത്ത് കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുകയാണ്. പനീർശെൽവം ഇപ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അല്പസമയം മുമ്പ് എടപ്പാടി പളനിസ്വാമി ഗവർണറെ കണ്ടു. സർക്കാർ രൂപീകരിക്കാനുള്ള MLA-മാരുടെ പിന്തുണക്കത്ത് അദ്ദേഹം ഹാജരാക്കി. അതേസമയം തനിക്ക് പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പനീർശെൽവവും ഗവർണറുമായി ചർച്ച നടത്തുകയാണ്. മുഖ്യമന്ത്രി മോഹം തുറുകിലടച്ച് ശശികല കോടതിയിൽ കീഴടങ്ങി. പരപ്പന അഗ്രഹാര ജയിലിൽ 7-ാം ബ്ലോക്കിലെ വനിതാ തടവുകാർക്ക് ഒപ്പമാണ് ശശികലയെ മാറ്റിയത്. കൂട്ടുപ്രതികളായ ഇളവരശിയും സുധാകരനും കീഴടങ്ങി. മുഖ്യമന്ത്രി മോഹം തുറങ്കലിലടച്ച് പരപ്പന അഗ്രഹാര ജയിലിലെ 7-ാം ബ്ലോക്കിലെ വനിതാ സെല്ലിൽ 10,711 നമ്പർ തടവുകാരിയായി ശശികലയെ പ്രവേശിപ്പിച്ചു. ജയിലിൽ സജ്ജമാക്കിയ താൽക്കാലിക കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ശശികലയെയും ഇളവരശിയെയും ജയിലിലേക്ക് മാറ്റിയത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പ്രത്യേക സൗകര്യം വേണമെന്നുമുള്ള ആവശ്യം മജിസ്ട്രേറ്റ് അശ്വിൻ നാരായൺ അംഗീകരിച്ചില്ല. ഒരു അധികാര സ്ഥാനവും വഹിച്ചിട്ടില്ലാത്തതിനാൽ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണന മാത്രമേ ശശികലയ്ക്കും ലഭ്യമാകൂ. തൊട്ടു പിന്നാലെ ജയലളിതയുടെ വളർത്തുമകൻ കൂടിയായിരുന്ന VN സുധാകരൻ കോടതിയിൽ കീഴടങ്ങി. 6 മാസത്തെ ശിക്ഷാ കാലാവധി നേരത്തെ അനുഭവിച്ചതിനാൽ 3.5 വർഷത്തെ ജയിൽവാസമാണ് ഇനി ശശികലയ്ക്കും ഇളവരശിക്കും സുധാകരനും അനുഭവിക്കേണ്ടത്. പോയിസ് ഗാർഡിൽ നിന്നും റോഡ് മുഖാന്തരമാണ് ശശികല കോടതിയിലെത്തിയത്.
അടുത്ത അനുയായികൾ ശശികലയെ 3 വാഹനങ്ങളിലായി അനുഗമിച്ചു. ജയലളിതയുടെ സമാധി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് 3 തവണ കൈകൊണ്ടടിച്ച് വൈകാരികമായി പ്രതികരിച്ച ശേഷമാണ് ശശികല കോടതിയിലേക്ക് തിരിച്ചത്. ഭരണതലപ്പത്തും പാർട്ടി തലപ്പത്തും സ്വാധീനമുറപ്പിച്ചാണ് ശശികല നിയമ നടപടി നേരിടാൻ പുറപ്പെട്ടത്. അടുത്ത ബന്ധുവും ജയലളിത നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവുമായ TTV ദിനകരനെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി ശശികല പ്രഖ്യാപിച്ചു. ജയിലിനകത്ത് കഴിഞ്ഞ് ജയലളിത പനീർസെൽവത്തെ വെച്ച് ഭരണം നിയന്ത്രിച്ചതുപോലെ പളനിസ്വാമിയിലൂടെ തമിഴകം നിയന്ത്രിക്കാൻ ശശികലയ്ക്കാകുമോ എന്നറിയാൻ ഗവർണറുടെ പ്രഖ്യാപനത്തിനായി രാജ്യം കാതോർക്കുകയാണ്. മനുശങ്കർ, ദില്ലി. കണ്ണൂർ നടുവിൽ CPIM പ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയി ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ RSS ഭീഷണി. അമ്പലത്തിൽ സുഹൃത്തിനൊപ്പം പോയത് RSS പ്രവർത്തകനെ കൊല്ലാനെന്ന് ഷാക്കിറിനെ കൊണ്ട് വാൾ വച്ച് ഭീഷണിപ്പെടുത്തി പറയിച്ച് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് RSS സംഘത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോടി ചികിത്സയിൽ കഴിയുന്ന ഷാക്കിർ പീപ്പിൾ TVയോട് പറഞ്ഞു. ഉച്ചയ്ക്ക് 12:30 നാടിനെ ഞെട്ടിച്ച സംഭവമുണ്ടായത്. നടുവിൽ ടൗണിൽ കൂട്ടുകാരനോട് സംസാരിച്ചു നിൽക്കവേ CPIM പ്രവർത്തകൻ ഷാക്കിറിനെ ജീപ്പിലെത്തിയ RSS സംഘം മർദ്ദിക്കുകയും ജീപ്പിൽ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ശ്രീകണ്ഠാപുരം CI അടക്കം ഊർജിതമായി ഷാക്കിറിനു വേണ്ടി അന്വേഷണം നടത്തവേ കണ്ണാടിപ്പറമ്പ് ക്രഷറിനടുത്ത് വെച്ച് ഷാക്കിർ വണ്ടിയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സുഹൃത്തുക്കളെ ഫോണിൽ വിവരമറിയിച്ച് അവരെത്തിയാണ് ഷാക്കിറിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത്. ദേഹമാസകലം മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. തലക്ക് വാളുകൊണ്ട് വെട്ടേറ്റിട്ടുണ്ട്. ഷാക്കിറിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം വാളുവെച്ച് ഭീഷണിപ്പെടുത്തിയ 8 സംഘം ഒരു RSS പ്രവർത്തകനെ കൊല്ലാൻ ലക്ഷ്യമിട്ട് വാളുമായി പോയി എന്ന് പറയണമെന്ന് ഭീഷണിപ്പെടുത്തി. ഇല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലും. ജീവൻ രക്ഷിക്കാനായി ഷാക്കിറിന് അവർ പറഞ്ഞ രീതിയിൽ പറയേണ്ടി വന്നുവെന്ന് ഷാക്കിർ പീപ്പിൾ TVയോട് പറഞ്ഞു. അടിച്ചതിന് ശേഷം ഫോണിൽ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു, നീ ഇന്നലെ വാളും കൊണ്ട് അമ്പലത്തിൻ്റെ അവിടെ വന്നായിരുന്നു, ഒരു ഏട്ടനെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാളെ കൊത്താൻ വേണ്ടിട്ട് വന്നതാണ്, ഇത് നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാത്ത ഞാൻ പറയാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാളെടുത്തിട്ട് പറഞ്ഞു കൊല്ലും. ഞാൻ പറഞ്ഞു ഫോണിൽ പറഞ്ഞില്ലെങ്കിൽ എന്തായാലും കൊല്ലും എന്ന് പറഞ്ഞു. ഞാൻ പറയാന്ന് പറഞ്ഞ് ലാസ്റ്റ് ഫോണിൽ പറഞ്ഞു. ഞാൻ അവർ വീഡിയോ പിടിച്ചു പറയുമ്പോൾ ക്യാമറയിൽ ഇത് പകർത്തിയതിനു ശേഷം വീണ്ടും വാഹനത്തിൽ കയറ്റുമ്പോഴായിരുന്നു ഷാക്കിർ രക്ഷപ്പെട്ടത്. 6 മാസം മുൻപായിരുന്നു ഷാക്കിർ ഹിന്ദുമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്തത്. അതിനുശേഷം ഷാക്കിറിന്റെ വീട്ടുകാർക്ക് നേരെയും നിരന്തരമായ ആക്രമണങ്ങളാണ് RSS സംഘം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 2 മാസം ഉൾപ്പെടെ ഇവന്റെ അനുജൻ സിറാജിനെ RSSകാർ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. വാളായിട്ട് പുറയിൽ പോയി വെട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് കുടിയാമല പോലീസ് സ്റ്റേഷൻ SI സംഘവും അഭിചാരികമായിട്ട് അവിടെ എത്തിയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് അവൻ രക്ഷപ്പെട്ടത്. കുടിയാൻമല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷാക്കിറിനെ തട്ടിക്കൊണ്ടുപോയ ജീപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരംഭിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകി. വിമാനത്താവളം സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് KSIDCയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പട്ടികവർഗത്തിനും മാത്രമായി മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സഹായകരമായ തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരംഭിക്കുന്ന ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനാണ് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകാരം നൽകിയത്. വിമാനത്താവളം സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് KSIDCയെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. UDF കാലത്തെ കടുംവെട്ട് വിഷയത്തിലെ മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് പരിഗണനയ്ക്കെടുത്ത മന്ത്രിസഭായോഗം റിപ്പോർട്ടിൽ വിശദമായ ചർച്ച വേണമെന്ന് കാട്ടി മാറ്റിവെക്കുകയായിരുന്നു. മന്ത്രിസഭായോഗത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇവയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പട്ടികവർഗത്തിന് മാത്രമായും മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സഹായകരമായ 44 സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിക്കും. കേരള സ്റ്റേറ്റ് റോഡ് ഫണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കും. പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും പുനർവിന്യാസം വഴിയുമാണ് KRFB പുനഃസംഘടിപ്പിക്കുക. സംസ്ഥാനത്തെ 31 റൂട്ടുകൾ ദേശസാൽക്കരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച പ്രാഥമിക വിജ്ഞാപനത്തിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സർവീസിന് 140 കിലോമീറ്റർ ദൂരപരിധി നിശ്ചയിച്ച് ഭേദഗതി വരുത്തും. കേരള ഹൈക്കോടതിയിൽ 5 ഗവൺമെന്റ് പ്ലീഡർമാരുടെയും 5 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാരുടെയും തസ്തികകൾ സൃഷ്ടിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കേരള റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിലും ഗ്രാമലക്ഷ്മി മുദ്രാലയത്തിലെ തൊഴിലാളികൾക്കും ധനകാര്യ വകുപ്പിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ നൽകും. കോഴിക്കോട് ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് N പ്രശാന്തിനെ മാറ്റി പകരം UV ജോസിന് പുതിയ നിയമനം നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ DGP TP സെൻകുമാറിനെ IMG ഡയറക്ടർ ജനറലായി നിയമിച്ചു. LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സെൻകുമാറിനെ മാറ്റിയിരുന്നു. പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചുവെങ്കിലും ചുമതല ഏറ്റെടുത്തിരുന്നില്ല. DGP സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചുവെങ്കിലും സർക്കാർ നിലപാട് ശരിവയ്ക്കുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അവിടെയും തിരിച്ചടി നേരിട്ടു. ജൂൺ 30 വിരമിക്കാനിരിക്കെയാണ് IMG ഡയറക്ടറായി നിയമിതനായത്.
ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ചരിത്ര കുതിപ്പ് 7 വിദേശ രാജ്യങ്ങളുടേതുൾപ്പെടെ 104 ഉപഗ്രഹങ്ങളുമായി PSLV C-37 വിക്ഷേപണം വിജയകരമാണെന്ന് ISRO. എല്ലാ ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ എത്തിയെന്നും സ്ഥിരീകരണം. 37 ഉപഗ്രഹങ്ങൾ ഒറ്റയടിക്ക് വിക്ഷേപിച്ച റഷ്യയുടെ റെക്കോർഡാണ് ഇന്ത്യ മറികടന്നത്. വിക്ഷേപണത്തിനായി സൈക്കിളിന്റെ പുറകിൽ റോക്കറ്റ് കെട്ടിവെച്ചു കൊണ്ടുപോയ ആ കാലത്തിൽ തുടങ്ങിയ ISROയുടെ പ്രയാണം ഇന്ന് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിപ്പിടിക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ISROയുടെ വിശ്വാസ്യതയും സാങ്കേതികതയും ഊട്ടിയുറപ്പിക്കുന്നിടത്ത് എത്തി നിൽക്കുന്നു PSLV C-37 വിക്ഷേപണ വിജയം. 104 ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് രാവിലെ 9:28 PSLV C-37 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചുയർന്നത്. ഇന്ത്യയുടെ 3ഉം അമേരിക്കയിൽ നിന്നുള്ള 96ഉം നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ഇസ്രായേൽ, UAE, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ഉപഗ്രഹങ്ങളെയുമാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. 730 കിലോ ഭാരമുള്ള കാർട്ടോസാറ്റ് 2, 30 കിലോ വീതമുള്ള INS-1A, INS-1B എന്നിവയാണ് ഇവയ്ക്കൊപ്പം വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ. എല്ലാ ഉപഗ്രഹങ്ങളുടെയും കൂടി ഭാരം 1378 കിലോഗ്രാമാണ്. ISROയുടെ 85ാമത്തെയും PSLVയുടെ 39ാമത്തെയും ബഹിരാകാശ ദൌത്യമാണിത്. ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായാണ് 100-ലധികം ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിക്കുന്നത്. ദൌത്യം വിജയിച്ചതോടെ 37 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ച റഷ്യയും 29 എണ്ണം ഭ്രമണപഥത്തിലെത്തിച്ച അമേരിക്കയും ഇന്ത്യക്ക് പിന്നിലായി. ചരിത്ര നേട്ടത്തോടെ ISRO ബഹിരാകാശ രംഗത്തെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയാവുകയാണ്. കോഴിക്കോട് കളക്ടർ N. പ്രശാന്തിനെ മാറ്റാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രശാന്തിന് പകരം ടൂറിസം ഡയറക്ടർ UV ജോസിനെ പുതിയ കളക്ടറായി നിയമിച്ചു. കേരള നിയമസഭയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കാൻ കേന്ദ്ര സഹായം തേടി സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരള നിയമസഭയ്ക്ക് പ്രത്യേക ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നതിന് സഹായം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും ജെയ്റ്റ്ലി ഉറപ്പു നൽകി. കേരള നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകിയതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അതിലെ പ്രഭാഷണ പരമ്പരയിൽ മെയ് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ അദ്ദേഹത്തിൻ്റെ ഒരു തീയതി നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അദ്ദേഹം വരാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആസൂത്രണ പ്രക്രിയയിൽ വഹിക്കേണ്ട പങ്കിനെ സംബന്ധിച്ചുള്ളൊരു പ്രഭാഷണമായിരിക്കും അദ്ദേഹം നടത്തുക. 2, കേരള നിയമസഭ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പേപ്പർ ഫ്രീ അസംബ്ലി എന്നുള്ള പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അസംബ്ലിയെ ഡിജിറ്റലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തോട്. മാരാമൺ കൺവെൻഷനിൽ സുവിശേഷ പ്രസംഗങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് സുവിശേഷ ഗീതങ്ങൾക്കും. 101 ഗായകരുടെ പ്രത്യേക സംഘം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന് ശേഷമാണ് കൺവെൻഷനിൽ സുവിശേഷ ഗീതങ്ങൾ ആലപിക്കുന്നത്. മാരാമൺ കൺവെൻഷനിൽ പ്രധാനമാണ് ഗാന ശുശ്രൂഷ. ഫാദർ ജോൺ മത്തായിയാണ് 101-അംഗ ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നത്. നവംബർ മാസം മുതൽ ആരംഭിച്ച പരിശീലനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയ കൺവെൻഷനിൽ ഇവർ ഗാന ശുശ്രൂഷ അവതരിപ്പിക്കുന്നത്. ഇത്തവണ 100 ഗാനങ്ങളാണ് ഗാന ശുശ്രൂഷയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. ഗായക സംഘത്തോടൊപ്പം തന്നെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും ഗാനങ്ങൾ ആലപിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇവർ കരുതുന്നത്. വിശ്വാസികൾക്ക് ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കാനായി 100 ഗാനങ്ങളടങ്ങിയ പാട്ടുപുസ്തകവും കൺവെൻഷനിൽ വിതരണം ചെയ്യുന്നുണ്ട്. മാരാമണിൽ നിന്നും വിജേഷ് നടുവിൽ.
ജിഷ്ണു പ്രണോയിയുടെ മരണത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പായി. തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ വെള്ളിയാഴ്ച കോളേജ് തുറക്കാൻ തീരുമാനമെടുത്തു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾ കോളേജിൽ എത്തില്ലെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിന് അനുമതി നൽകാനും യോഗത്തിൽ ധാരണയായി. ലക്കിടി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു. കളക്ടറുമായി നടത്തിയ ചർച്ച വിജയം കണ്ടു. കോളേജ് ഈ മാസം 17-ന് തുറക്കും. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ PTA രൂപീകരിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ വിളിച്ചു ചേർക്കാനും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത്. ഓരോ സെമസ്റ്ററിലെയും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി PTA ചേരേണ്ടത് നിർബന്ധമാക്കി വ്യവസ്ഥ ചെയ്തും അടിയന്തരമായി ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് വോട്ടെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും കനത്ത പോളിംഗ്. ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 66% പോളിംഗ് രേഖപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ 67 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 68% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന് സമീപം അക്കേഷ്യ തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തി. 2 മരങ്ങൾക്കിടയിൽ തൊട്ടിൽ പോലെ കെട്ടിയ മുണ്ടിനുള്ളിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. പരിസരത്തും അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന നാടോടിയുടെ മൃതദേഹമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാജ ലോട്ടറി വ്യാപനം തടയാൻ ലോട്ടറി ടിക്കറ്റുകളുടെ അച്ചടിയിലും നടത്തിപ്പിലും പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ആദ്യഘട്ടത്തിൽ ലോട്ടറി ടിക്കറ്റുകളിൽ 5 തരം സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തുക. നിലവിലുള്ള ബാർകോഡിംഗ്, കൗണ്ടർ ഫോയിൽ, സീക്രട്ട് നമ്പറിംഗ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾക്കൊപ്പം അധികമായാണ് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക. ലോട്ടറി പരിഷ്കരണത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും ധനമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു.